റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് പിന്നാലെ കൂട്ട സ്ഥലം മാറ്റം തുടരുന്നു. സഹകരണ കൃഷി വകുപ്പുകളിലും ഇടത് സംഘടനാ നേതാക്കൾക്ക് സ്ഥലം മാറ്റം. സഹകരണ സംഘത്തിലെ 15 ഇൻസ്പെക്ടർമാരെയും ഓഡിറ്റർമാരെയുമാണ് ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയത്. 7 പേരെ മിൽമയിലേക്കാണ് മാറ്റിയത്. UDF അനുകൂല സംഘടനാ നേതാക്കളെയാണ് പകരം നിയമിച്ചത്. കാർഷിക വികസന കർഷകക്ഷേമ ഡയറക്ടറേറ്റിലും സമാന മാറ്റമുണ്ട്. ഉത്തരവുകളുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, കൂട്ട സ്ഥലം മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണോ സെക്രട്ടേറിയറ്റിൽ? അരുൺ, തീർച്ചയായിട്ടും നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ മറ്റൊന്നും നടന്നില്ലെങ്കിലും ഒരു തരത്തിലുള്ള ഇടപാടുകളും സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടന്നില്ലെങ്കിലും സ്ഥലം മാറ്റം തകൃതിയായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ വകുപ്പുകളിലായി ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഈ സംഘടനാ നേതാക്കളുടെ സ്ഥലം മാറ്റങ്ങൾ കൃത്യമായി നടക്കുന്നു. ഏറ്റവും ഒടുവിലായി സഹകരണ വകുപ്പിലും കൃഷി വകുപ്പിലുമാണ് ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം നടക്കുന്നത്. അതും സംഘടനാ നേതാക്കൾ, പ്രത്യേകിച്ച് ഈ ഇടത് സംഘടനാ നേതാക്കളെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിന്ന്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് ഇവരെയൊക്കെ മാറ്റി പകരം അവിടെ UDF അനുകൂല സംഘടനാ നേതാക്കളെ നിയമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉത്തരവുകളുടെ എല്ലാം ആദ്യ ഭാഗത്ത് എഴുതി ചേർത്തിരിക്കുന്ന ഭരണ സൗകര്യാർത്ഥം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഈ മൃഗസംരക്ഷണ വകുപ്പിൽ ഒരു UDF അനുകൂല സംഘടന കൊടുത്തിട്ടുള്ള ഒരു കത്ത്, സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള കത്തിൽ ഭരണ സൗകര്യാർത്ഥം അനുവദിക്കണമെന്ന് വരെ എഴുതിയിരുന്നു. സമാനമായി തന്നെയാണ് ഉത്തരവുകളും പുറത്തിറങ്ങുന്നത്. പക്ഷേ ഈ സ്ഥലം മാറ്റം എങ്ങോട്ടൊക്കെയാണ് എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം. ഈ സഹകരണ സംഘം രജിസ്ട്രാറുടെ ഓഫീസിൽ, അതായത് കാര്യാലയത്തിൽ ജോലി ചെയ്യുന്ന ഇടത് അനുകൂല സംഘടനാ നേതാക്കളെയൊക്കെ പലരെയും മാറ്റിയിരിക്കുന്നത് മിൽമയിലേക്കൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കൃഷി വകുപ്പിലുള്ളവരെ അപ്രധാന വകുപ്പിലേക്ക് മാറ്റി പകരം UDF സംഘടനാ നേതാക്കളെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. പല വകുപ്പുകളിലും ഈ സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നത്. ഈ സ്ഥലം മാറ്റം തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടാണ് എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 2 വകുപ്പുകളിലുമായി 25 പേരെയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇന്നും സമാനമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇടത് അനുകൂല സംഘടനാ നേതാക്കളൊക്കെ തന്നെ പ്രവർത്തകരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റ് പടിക്കൽ സംഘടിപ്പിച്ചിരുന്നു. അതായത് ഈ അകാരണമായിട്ടുള്ള സ്ഥലം മാറ്റം, രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലുള്ള സ്ഥലം മാറ്റമാണ് ഇപ്പോൾ നടക്കുന്നതെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചാണ്. പക്ഷേ ആ സ്ഥലം മാറ്റത്തിൽ ഒരു കുറവും ഉണ്ടാകാനുള്ള സാധ്യത ഈ വരും ദിവസങ്ങളിലും കാണുന്നില്ല. അരുൺ, ഓക്കെ, തീർച്ചയായിട്ടും മൊത്തം ഇളക്കി പ്രതിഷ്ഠിക്കും ഹരി. അങ്ങനെയാണല്ലോ 10 വർഷത്തിന് മുമ്പ് വന്നപ്പോഴും ഒരു കൂട്ട ഇളക്കി മാറ്റൽ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഹരി.